Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യ യൂറോപ്പ് ടൈസിന് പറ്റിയിട്ടുള്ളതാണ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യ ആൻഡ് യൂറോപ്പ് വാക്കിംഗ് ഇൻ സ്റ്റെപ്പ്. പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. സോ വിൽ മൂവ് ഓൺ ടു ദ ന്യൂസ്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും ദേ ഹാവ് എ വെരി ലോങ് ഹിസ്റ്ററി ടുഗെദർ. പക്ഷെ ഇന്നത്തെ ഒരു വേൾഡ്, അതായത് നമുക്കറിയാം ദിനം ദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്ലോബലി ഉള്ള ലീഡേഴ്സൊക്കെ അവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ബിക്കോസ് ഓഫ് വേൾഡ് ഈസ് ചേഞ്ചിങ് ആൻഡ് ബിക്കമിങ് മോർ അൺസർട്ടൈൻ. ഇത് വളരെ നല്ലൊരു സമയമാണ്. ഇന്ത്യക്കാണെന്നുണ്ടെങ്കിലും യൂറോപ്പിനാണെന്നുണ്ടെങ്കിലും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സമയമാണത്, വിത്ത് ക്ലിയർ ഗോൾസ്. ഇന്ത്യയുടെ റീസെൻ്റ് ആക്ഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി G7 സമ്മിറ്റൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഹീസ് ടോക്കിംഗ് വിത്ത് യൂറോപ്യൻ ലീഡേഴ്സ്. ഇത് കാണിക്കുന്നത് ഇന്ത്യ ഈസ് സീരിയസ്ലി ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് സ്ട്രോങ്ങർ ടൈസ് വിത്ത് യൂറോപ്പ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ US യൂറോപ്പ് പോലെയുള്ള ഈ പഴയ ഓൾഡ് അലയൻസസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വീക്കായി വരുന്നതായിട്ടാണ്. ആസ് ഓൾഡ് അലയൻസസ് ആർ ബിക്കമിങ് വീക്കർ ആൻഡ് പുതിയ ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ആൻഡ് ഇത് ദേ ആർ ഫോംഡ് അക്രോസ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓൾ. ഇന്ത്യ യൂറോപ്പിനെ കാണുന്നത് ഒരു ട്രേഡിംഗ് പാർട്ട്ണർ ഉപരിയായിട്ടാണ് നമ്മൾ യൂറോപ്പിനെ കാണുന്നത്. ഇന്ത്യ സീസ് യൂറോപ്പ് ആസ് മോർ ദാൻ ജസ്റ്റ് എ ട്രേഡിംഗ് പാർട്ട്ണർ. നമ്മുടെ ഇന്ത്യയുടെ ഗ്ലോബൽ സ്ട്രാറ്റജിയിൽ യൂറോപ്പിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. എസ്പെഷ്യലി ഇൻ എ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ്. ഇപ്പോൾ യൂറോപ്പ് അവർക്ക് കൂടുതൽ ഇൻഡിപെൻഡൻസ് വേണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ കാര്യം എടുക്കുമ്പോൾ മുമ്പ് ഫ്രാൻസ് മാത്രമായിരുന്നു ഇതിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓൺലി ഫ്രാൻസ് ടോക്ട് അബൌട്ട് യൂറോപ്പ് ബിക്കമിങ് മോർ ഇൻഡിപെൻഡൻറ്റ് ഇൻ ഇറ്റ്സ് ഡിഫൻസ് ആൻഡ് ഫോറിൻ പോളിസി. ഇപ്പോൾ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ദേ ആർ എഗ്രീയിങ് ആൻഡ് ദേ ആർ ഇൻക്രീസിങ് ഡിഫൻസ് സ്പെൻഡിങ്. പിന്നെ അവർ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് കൂടിയിട്ടുള്ള ഈ വേമാർ ട്രയാങ്കിളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കാണിക്കുന്നത് many European countries they are agreeing and they agree and are increasing defense spending and they are working together. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ US-നെ താങ്ങി നിൽക്കുന്ന ഒരു പരിപാടി അവർ മാറ്റി തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. they are trying to rely less on the US. അപ്പോൾ യൂറോപ്പിന് അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് they doesn't want to just follow others. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് കുറച്ചും കൂടി പവർഫുൾ ആവണം, അതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് പ്ലെയർ ആവാനാണ് ഇപ്പോൾ യൂറോപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ എ വേൾഡ് വേർ മെനി പവേഴ്സ് എക്സിസ്റ്റ്. അതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. അല്ലാണ്ട് US-ഉം ചൈനയും മാത്രമല്ല, എല്ലാവരും പവർഫുൾ ആയിട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു പുതിയ ഫോറിൻ പോളിസിയിലോട്ടുള്ള ആ ഒരു അപ്രോച്ച് നോക്കുമ്പോൾ മുമ്പ് നമുക്കറിയാമല്ലോ, ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കോൾഡ് വാർ സമയത്തൊക്കെ ഒരു നോൺ അലൈൻഡ് ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മൾട്ടി അലൈൻമെന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അതായത് നമ്മൾ ഇപ്പോൾ വളരെ നല്ല റിലേഷൻ ഒരുപാട് പവർഫുൾ കൺട്രീസുമായിട്ട് ഇപ്പോൾ വെക്കുന്നുണ്ട്. US ആയിട്ടാണെന്നുണ്ടെങ്കിലും, റഷ്യ ആയിട്ടാണെന്നുണ്ടെങ്കിലും, യൂറോപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടു പ്രൊട്ടക്ട് അവർ ഓൺ ഇൻട്രസ്റ്റ്. ഇന്ത്യ ആണെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മൾട്ടിപോളർ വേൾഡ് ആണ്. അതായത് US-ഉം ചൈനയും പോലുള്ള വലിയ വൻകിട ആൾക്കാർ മാത്രമല്ല, ഒരുപാട് പവേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, മൾട്ടിപോളർ വേൾഡ്, അതാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത്, ഇന്ത്യ ആണെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് ഇന്റർനാഷണൽ ലോസിലും ഡൈവേഴ്സിറ്റിയിലും ഫെയർനെസ്സിലും സ്ട്രോങ്ങർ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളും ഇന്ത്യയും യൂറോപ്പും കൂടിയിട്ട്, യൂറോപ്യൻ യൂണിയനും കൂടിയിട്ട് വി ആർ വർക്കിംഗ് ടുഗെദർ. നമ്മൾ ട്രേഡിലും ടെക്നോളജിയിലും ക്ലൈമറ്റ് ആക്ഷനിലും സെക്യൂരിറ്റിയിലും എല്ലാത്തിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയനിലുള്ള ബാക്കി ചില കൺട്രീസുമായിട്ട് നമ്മൾ വേറെ സ്പെഷ്യൽ ടൈപ്പും വയ്ക്കുന്നുണ്ട്. India is also building stronger individual ties with countries like France, Germany, Italy, and the Nordic nations and Eastern Europe and all.
പിന്നെ യു എസിൻ്റെ ചില നയങ്ങൾ, ഓക്കെ, ആ ഒരു ചേഞ്ചിങ് റോള് യു എസിൻ്റെ, ഓക്കെ, അതേപോലെ അതെങ്ങനെയാണ് നമ്മുടെ യൂറോപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ട്രംപിൻ്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ട്രംപിൻ്റെ പ്രസിഡൻസിയിൽ യു എസ് ഈസ് ആക്ടിങ് മോർ സെൽഫിഷ്ലി, അല്ലേ? അവരെപ്പോഴും അവരുടെ അലയൻസിനെ ഇപ്പോൾ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാറ്റോ ആണെന്നുണ്ടെങ്കിലും G7 ആണെന്നുണ്ടെങ്കിലും ദേ ബിക്കെയിം വീക്കർ. ഓക്കെ, സോ കൺട്രീസ് കുഡൻറ്റ് ഓൾവേസ് ആക്ട് ടുഗെദർ. സോ യൂറോപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൺട്രീസ് എടുക്കാം, അതായത് UK ആണെങ്കിലും കാനഡ, ജർമ്മനി, ഫ്രാൻസ്. സോ അവരിപ്പോൾ അവരുടെ ഫോറിൻ പോളിസിയൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചു തുടങ്ങി. ഓക്കെ, അവർ യൂറോപ്പിനകത്ത് തന്നെ ടൈപ്സ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവരിപ്പോൾ പുതിയ പുതിയ പാർട്ട്ണർഷിപ്പുകളാണ് അവർ നോക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു റൈസിംഗ് പവേഴ്സിനെയാണ് അവർ കണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യ ആണെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും ദേ ആർ റെസ്പോണ്ടിങ് ടു എ ചേഞ്ചിങ് വേൾഡ് ബൈ ബിക്കമിങ് മോർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അതേപോലെ ദേ ആർ ബിക്കമിങ് മോർ കണക്റ്റഡ്. അവർ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലാണ്. ഓക്കെ, ബിയോണ്ട് ദി ട്രഡീഷണൽ അലയൻസസ്, എസ്പെഷ്യലി വിത്ത് ഈച്ച് അതർ. സോ പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഇത് മൈൻഡ് സെറ്റ് ആണ്. ഇറ്റ് ഈസ് അബൌട്ട് ദി മൈൻഡ് സെറ്റ്. ഓക്കെ, ഇത് വെറും പോളിസീസ് മാത്രമല്ല, അങ്ങനെ നമ്മൾ കാണരുത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പോളിസീസ്. പാർട്ട്ണർഷിപ്പ് ഈസ് അബൌട്ട് ദി മൈൻഡ് സെറ്റ്. ഓക്കെ, മോർ ദാൻ ജസ്റ്റ് ഡീൽസ് ആൻഡ് സബ്മിറ്റ്സ്. അതായത് റിയൽ പാർട്ട്ണർഷിപ്പ് ഇത് വെറും ട്രേഡ് എഗ്രിമെന്റ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മീറ്റിംഗ്സോ നടത്തുന്നതല്ല. ഓക്കെ, നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആൾക്കാർ തമ്മിലുള്ള ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മീഡിയ കവറേജും, അതേപോലെ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു ജെന്യുവിൻ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ അതെല്ലാം ഉണ്ടെങ്കിലേ ഈ ഒരു പരിപാടി വർക്കാവുള്ളൂ. സോ ഇതിന് വേണ്ടത് വി നീഡ് എംപതി, ക്രിയേറ്റിവിറ്റി ആൻഡ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്. അതേപോലെ യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും ഈ രണ്ട് സൈഡ്സും ദേ നീഡ് ടു ചേഞ്ച് ഹൗ ദേ സീ ഈച്ച് അതർ. ഓക്കെ, യൂറോപ്പ് ഇന്ത്യനെ പറ്റിയിട്ടുള്ള ഒരു യൂറോപ്പിന്റെ വ്യൂ യൂറോപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഓക്കെ, യൂറോപ്പ് ഷുഡ് സ്റ്റോപ്പ് തിങ്കിങ് ഓഫ് ഇന്ത്യ ആസ് എ സ്ലോ ഓർ അൺഷുവർ ഇൻ ഇറ്റ്സ് ആക്ഷൻസ്. അതേപോലെ ഇന്ത്യ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ കുറച്ചും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ യൂറോപ്പിനെ കാണേണ്ടത് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. കാരണം അവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആൻഡ് അവർക്കെല്ലാം ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആണ്. ഓക്കെ, അവർക്ക് എല്ലാം അവരുടേതായിട്ടുള്ള ഇന്റേണൽ ചാലഞ്ചസ് ഉണ്ട്. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യൂറോപ്പിനായിട്ട് ഡീൽ ചെയ്യാൻ. സോ കോപ്പറേഷന് വേണ്ടിയിട്ട് വിൽ അതായത് കുറച്ച് റീസെന്റ് കോപ്പറേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് നല്ല എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് യൂറോപ്പിന്റെ ആ ഒരു യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് പുള്ളി ഡൽഹി വിസിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇത് കാണിക്കുന്നത് നല്ല ഹൈ ലെവൽ ഇമ്പോർട്ടൻസ് ആണല്ലേ, സിഗ്നൽസ് ഹൈ ലെവൽ ഇമ്പോർട്ടൻസ്. അതേപോലെ ഇന്ത്യ ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ അതേപോലെ നോർഡിക് കൺട്രീസുമായിട്ട് കൂടി നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് നോർഡിക് കൺട്രീസ് നമുക്കറിയാം, ഈ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ. ഓക്കെ, അതേപോലെ ഈ മെഡിറ്ററേനിയൻ കൺട്രീസ് എന്നുള്ളത് ആ ഒരു മെഡിറ്ററേനിയൻ സീൻ്റെ സൈഡിൽ കോസ്റ്റ് ലൈനിലെ കൺട്രീസ് ആണ്. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ഗ്രീസ് ആൻഡ് അതേഴ്സ്. ഓക്കെ, സോ വലിയ വലിയ ആൾക്കാരായിട്ട് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലുള്ള ഇപ്പോൾ ഫ്രാൻസും ജർമ്മനിയായിട്ട് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ നോർഡിക് കൺട്രീസായിട്ടും മെഡിറ്ററേനിയൻ കൺട്രീസുമായിട്ടും ടൈപ്പ് കുറച്ചും കൂടി നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, മുമ്പൊക്കെ ഇന്ത്യ യൂറോപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് അത് വളരെ അൺസർട്ടൈൻ ആയിരുന്നു. ഓക്കെ, അത് മോസ്റ്റ്ലി അത് റിയാക്റ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ട് ആൾക്കാർക്കും, ഇന്ത്യക്കാണെങ്കിലും യൂറോപ്പിനാണെന്നുണ്ടെങ്കിലും, അവർക്ക് വേണ്ടത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ബേസ്ഡ് പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഷെയർഡ് ബിലീഫ്സ്, സ്ട്രാറ്റജിക് നീഡ്സ് ആൻഡ് ഫ്യൂച്ചർ ഗോൾസ്. ഓക്കെ, സോ ഇന്ത്യ, അപ്പോൾ നമുക്ക് ഇത് സമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ ആണെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും ദേ മസ്റ്റ് ഗോ ബിയോണ്ട് പോളിസീസ്. ഓക്കെ, വളരെ ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം രണ്ടുപേരും. ഓക്കെ, അതേപോലെ ബോത്ത് ഷുഡ് ചേഞ്ച് ദി ഔട്ട്ഡേറ്റഡ് വ്യൂസ്. ഓക്കെ, ആ ഒരു പഴയ ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയമായി രണ്ടുപേരും, ഇന്ത്യ ആണെങ്കിലും യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും. സോ ദേ മസ്റ്റ് സ്റ്റേ എൻഗേജ്ഡ് വിത്ത് ദി സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. ആൻഡ് ഒരു ലോങ് ടേം പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ഓക്കെ, വിശ്വാസത്തിലായിരിക്കണം നമ്മൾ മെയിനായിട്ട്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ഓക്കെ, അതേപോലെ ഷെയർഡ് വാല്യൂസ് ആൻഡ് ദി വിഷൻ ഫോർ ഫ്യൂച്ചർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. വിച്ച് ഈസ് scientists identify pheromone that triggers locust swarming and a way to block it. സോ ഇത് പ്രിലിംസിൽ JS പേപ്പർ 1 ജനറൽ സയൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ന്യൂസാണ്. അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക്
GS paper 3 okay, the awareness in the field of IT space, computers, robotics, nanotechnology, biotechnology and issues relating to intellectual property rights and all, അങ്ങനെ ഒരു ഹെഡ് വരുന്നുണ്ടല്ലോ. സോ ആ ഒരു ഹെഡിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ ഈ ലോക്കസ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻസെക്റ്റ് ആണ്. നമ്മൾ മലയാളത്തിൽ ഇവർ വെട്ടുകിളി എന്നൊക്കെ പറയും. ഓക്കെ, ഇവരൊരു വലിയ ഗ്രൂപ്പായിട്ടാണ് നടക്കുക. ആൻഡ് അവരുടെ ഗ്രൂപ്പിനെ നമ്മൾ സ്വാംസ് എന്ന് നമ്മൾ അവരെ വിളിക്കാറുണ്ട്. ഓക്കെ, locusts are insect that move in huge groups called swarms, and they eat crops very quickly. ഓക്കെ, സോ ഒരുപാട് കാലങ്ങളായിട്ട് ഇവരുണ്ട്. ഓക്കെ, ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഈ ഫാംസ് ഡിസ്ട്രോയ് ചെയ്യുക, അത് നശിപ്പിക്കുക, അതേപോലെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. 2019-20 കാലഘട്ടങ്ങളിൽ വളരെ വലിയ ലോക്കസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഈസ്റ്റ് ആഫ്രിക്കയിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ. ഓക്കെ, ഏകദേശം 25 വർഷത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു അത് 2019-20 നടന്നത്. ഇതിനെ നമുക്കറിയാം, ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ കർഷകരെ ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പീപ്പിൾ യൂഷ്വലി സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഓക്കെ, പക്ഷേ ഈ കെമിക്കൽസ് നമുക്കറിയാം ഇത് എൻവയോൺമെന്റിന് ഇത് പൊല്യൂട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ മറ്റ് നല്ല ഇൻസെക്ട്സിനെ ഇത് ഹാം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇറ്റ് ഈവൻ എഫക്ട്സ് ദി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഫുഡ് സേഫ്റ്റി അല്ലേ. സോ ഈ ഒരു പെസ്റ്റിസൈഡ്സ് ലോക്കസ്റ്റിനെ കൊല്ലും, പക്ഷെ ദേ ഓൾസോ കോസ് അതർ പ്രോബ്ലംസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ചില ആനിമൽസും അതേപോലെ ബേർഡ്സ്, ഇൻസെക്റ്റ് ഒക്കെ നമ്മുടെ ഈ വെട്ടുകിളി പോലെയുള്ള ആൾക്കാർ, ഈ ലോക്കസ്റ്റിനെ പോലെയുള്ള ആൾക്കാർ, ഇവരൊരു ഗ്രൂപ്പ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് പറയുന്നത് ഗ്രിഗാരിയസ്നെസ് എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് എ ഗ്രിഗാരിയസ്നെസ്. സോ വേർ ദേ വർക്ക് ടുഗെദർ ഇൻ ബിഗ് ഗ്രൂപ്പ് ടു സർവൈവ്. ആദ്യമൊക്കെ ഈ ലോക്കസ്റ്റ് ഇവർ ഒറ്റയ്ക്കായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ദേ ലിവ്ഡ് അലോൺ. പക്ഷെ പിന്നീട് ഒരു മാറ്റം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് പിന്നീട് അവർ ദി സ്റ്റാർട്ടഡ് ലിവിങ് ആൻഡ് മൂവിങ് ഇൻ സ്വാംസ്, അതായത് ഗ്രൂപ്പായിട്ട് ഇവർ നടക്കാൻ തുടങ്ങി. സോ ഈ ഒരു ചേഞ്ച് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ഒരു കെമിക്കൽ സിഗ്നലാണ്. ഓക്കെ, ഇവർ കൊടുക്കുന്ന ഒരു കെമിക്കൽ സിഗ്നലാണ്, അല്ലെങ്കിൽ ഫെറമോൺസ് ആണ്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ളൊരു ആ ഒരു ഫെറമോണാണ് 4VA എന്നായിരിക്കും ഞാൻ ഇനി തന്നെ പറയാൻ പോകുന്നത്. 2 പ്രാവശ്യം അതിൽ പറയേണ്ടി വരും. ആൻഡ് ഇതിൻ്റെ ഈ 4VA എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ വിലാനിസോൾ. ഓക്കെ, എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ഒരു ഫെറമോൺ. സോ ഈ ലോക്കസ്റ്റുകൾ ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആഫ്റ്റർ ദേ ഈറ്റ് ഇവർ ഈ ഒരു 4VA റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് മറ്റ് ലോക്കസ്റ്റിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ ഹു ഓൾസോ കം ആൻഡ് ഗ്യാദർ. സോ ഒരുപാട് ലോക്കസ്റ്റുകൾ കൂടുന്ന സമയത്ത് ദേ റബ് ദർ ലെഗ്സ് ആൻഡ് ഇതൊരു സെറാട്ടോണിൻ ട്രിഗർ ചെയ്യുന്നുണ്ട്. സെറാട്ടോണിൻ എന്നുള്ളത് ഒരു ബ്രെയിൻ കെമിക്കലാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്വാമിങ് കോസ് ചെയ്യുന്നത്, ഈ ഒരു കൂട്ടം കൂടൽ കോസ് ചെയ്യുന്നത് ഈ ഒരു ബ്രെയിൻ കെമിക്കൽ കാരണമാണ്. ഓക്കെ, ഒരു സെറാട്ടോണിൻ കാരണമാണ്. ഓക്കെ, സോ ഈ ലോക്കസ്റ്റ് ഈറ്റ് പ്ലാന്റ്സ് ദാറ്റ് കണ്ടെയ്ൻ എ കെമിക്കൽ കോൾഡ് ഫിലാലാനിൻ. ഓക്കെ, so inside their body an enzyme called 4VPMT1 ഇത് 4VA ആയിട്ട് മാറുകയും, ഓക്കെ, സോ ദി സ്വാം അട്രാക്റ്റിംഗ് ഫെറമോൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സയൻറ്റിസ്റ്റുകൾ പിന്നീട് കണ്ടുപിടിച്ചത് എന്താന്ന് പറഞ്ഞാൽ that scientists found that if they block the 4VPMT1 ഈ ഒരു എൻസിം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ജനറ്റിക്സ് പരമായിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. സോ ദ ലോക്കസ്റ്റ് ഡോണ്ട് സ്വാം എനിമോർ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത്, എനിക്കറിയാം ഇത് ഭയങ്കര ടെക്നിക്കലാണ്, പക്ഷെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പണ്ട് ഈ ലോക്കസ്റ്റ് ഇവർ ഒറ്റയ്ക്കായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരേതെങ്കിലും ഒരു പ്ലാന്റ്സ് കഴിക്കും, അവരൊരു കെമിക്കൽ ഉണ്ടാക്കും, അവർ മറ്റാൾക്കാരെ അട്രാക്ട് ചെയ്യും, ഇവർ വന്നിട്ട് ദി റബ് ലെഗ്സ് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഇവരുടെ ആ ഒരു ബ്രെയിനിൽ ഈ സെറാട്ടോണിൻ റിലീസ് ആവുകയും സ്വാംസ് ആയിട്ട് ഇവർ പിന്നീട് അവർ കൂട്ടം കൂടി നടക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ ഒരു if we stop the enzyme making 4VA, അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടം കൂടൽ നമുക്ക് തടയാൻ കഴിയും. ഓക്കെ, ദാറ്റ് മീൻസ് നോ സ്വാർമിങ്. ഓക്കെ, സോ ഇവരെങ്ങനെ തടയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഈ ലോക്കസ്റ്റ്സുകൾ, ഈ വെട്ടുകിളികൾ ഇവർ ഭയങ്കരമായിട്ട് ഇവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ദേ ആർ വെരി സ്ട്രോങ് ഫ്ലയേഴ്സ്. ഇവർക്ക് 150 കിലോമീറ്റർ വരെ ഒരു ദിവസത്തിൽ പറന്ന് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ഈറ്റ് ആസ് മച്ച് ആസ് ദെയർ ഓൺ വെയിറ്റ്.
സോ ഇതാണ് വളരെ ഡേഞ്ചറസ് ആക്കുന്നത് ഇവരെ. ഓക്കെ, ദിസ് മേക്സ് ദം വെരി ഡേഞ്ചറസ് ഫോർ ക്രോപ്സ്. സോ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് വെരി എഫക്റ്റീവ് എന്ന് വേണം നമ്മൾ പറയാൻ. ഇതിനു വേണ്ടി ഒരു 5 സ്റ്റെപ്പ് പ്ലാൻ ഉണ്ട്. അതായത് ഈ കെമിക്കൽ സിഗ്നൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ 4VA. സോ അങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ഈ കെമിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ഇവരെ ട്രാപ്പിൽ പെടുത്തുക. സോ ഈ കെമിക്കൽ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ അത് ഈ ലോക്കസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് അവരെ ട്രാപ്പിൽ പെടുത്താൻ പറ്റും. പിന്നെ നമുക്ക് നാച്ചുറൽ ഫംഗീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ ലോക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാം. അതേപോലെ ഈ 4VA ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, ഫീൽഡിൽ നമ്മൾ ഈ സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കസ്റ്റിനെ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നീട് അവർ സ്വാൺസ് ആവില്ല. അതെ, സോ ദി ഡോണ്ട് ഫോം ബിഗ് സ്വാൺസ്. അതേപോലെ നമുക്ക് ഇവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് എത്രത്തോളം ലോക്കസ് ആണ് ഉള്ളത് അടുത്തുള്ളത് എന്ന് മെഷർ ചെയ്യാനുള്ള 4VA ലെവൽസ്. ഓക്കെ, ആ ഒരു 4VA ലെവൽസ് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈ സ്പെഷ്യലി ലാബിലൊക്കെ ഉണ്ടാക്കുന്ന ഈ ലോക്കസ്റ്റ് വെട്ടുകിളികൾ നമ്മൾ ലാബിൽ ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് റിലീസ് ചെയ്യുക. അതായത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിനിടയിൽ കടത്തിവിട്ട് കഴിഞ്ഞാൽ ദി ഡോണ്ട് സ്വാം അല്ലേ. സോ ദിസ് വിൽ മിക്സ് വിത്ത് ദി വൈൽഡ് വൺസ് ആൻഡ് റെഡ്യൂസ് ദി, നമ്മൾ പറഞ്ഞില്ല, ഒരു കൂട്ടം കൂടി നടക്കാനുള്ള ഒരു ബിഹേവിയർ ഉണ്ടല്ലോ ഇവരുടെ, ആ ഒരു ഗ്രിഗാരിയസ് ബിഹേവിയറൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതേപോലെ വി ക്യാൻ യൂസ് എ മിക്സ് ഓഫ് സ്മോൾ മോളിക്യൂൾ ഡ്രഗ്സ്. ഓക്കെ, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പെസ്റ്റിസൈഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു കൺട്രോൾ ദം ബെറ്റർ വിത്തൗട്ട് ഹാമിങ് ദി എൻവയോൺമെൻറ്റ്. സോ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലോക്കസ്റ്റുകളെ കൊല്ലുന്നതിന് പകരം വളരെ പുതിയ ന്യൂ പ്ലാൻ ട്രിക്സും അതേപോലെ ഈ ജനറ്റിക് ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ടു സ്റ്റോപ്പ് സ്വാർമിങ് ആൻഡ് crop destruction in a more natural and targeted way. Okay, so നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, which is why is corporate investment lagging behind എന്നുള്ളതാണ്. സോ ഇത് പ്രിലിംസിൽ നമുക്കറിയാം GS പേപ്പർ 1 എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ഹെഡിൽ വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണത്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 ഇന്ത്യൻ എക്കോണമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, ദി പ്ലാനിങ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നൊരു ഹെഡിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കമ്പനികളൊന്നും ഫാക്ടറീസ് ബിൽഡ് ചെയ്യുന്നതിലും അതേപോലെ ഈ മെഷീൻസ് വാങ്ങുന്നതിലും പുതിയ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്നതിലൊന്നും അധികം പൈസ ചിലവാക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, കമ്പനീസ് ആർ നോട്ട് സ്പെൻഡിങ് മച്ച് ഓൺ ബിൽഡിംഗ് ഫാക്ടറീസ്, ബൈയിങ് മെഷീൻസ് ഓർ ക്രിയേറ്റിംഗ് ന്യൂ ടെക്നോളജി. സോ ഈ ഒരു സ്ലോ ഡൗൺ കാണിക്കുന്നത്, അതായത് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്, ഇതൊരു നമ്പറാണ് ദാറ്റ് ടെൽസ് us how much factories are producing. ഇത് വളരെയധികം കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2025 ജൂണിൽ ഏകദേശം ഇറ്റ് വാസ് ജസ്റ്റ് 1.2%. ഓക്കെ, കഴിഞ്ഞ 9 മാസത്തിൽ ഏറ്റവും കുറവാണത്. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് ഫാക്ടറീസ് ഒന്നും ദേ ആർ നോട്ട് മേക്കിംഗ് മച്ച് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിന് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അതായത് 2019 കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തിരുന്നു. ഓക്കെ, 30% നിന്നും 22% കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കമ്പനീസിനെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കുറച്ചും കൂടി അവരുടെ കയ്യിൽ ഒരു പ്രോഫിറ്റ് കിട്ടും അല്ലേ, ദേ കീപ് മോർ പ്രോഫിറ്റ് വൈൽ കട്ടിങ് ദീസ് കോർപ്പറേറ്റ് ടാക്സ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ ദ ഗവൺമെൻറ് ഇൻക്രീസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ, അത് ചെയ്തു. പിന്നെ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് RBI കുറച്ചാൽ എന്താണ് ഉണ്ടാവുക, ലോണുകൾ ചീപ്പായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അത് കുറവ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ then why is private investment still low? Even after all this, private companies they are not investing much in machinery അല്ലെങ്കിൽ ടെക്നോളജിയിലൊന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിലൊന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. 2024-25 എക്കണോമിക് സർവേ പ്രകാരം സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂ ഓൺലി 35% in 4 years. ഓക്കെ, നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു ഗ്രോയിങ് എക്കോണമിക്ക് ഇത് ഒരിക്കലും ഇത് നല്ലതല്ല.
is not which is not very high for a growing economy. ഓക്കെ, ഈ ഒരു 4 വർഷത്തിലുള്ള ഈ 35% എന്നുള്ള ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് 4 വർഷത്തിൽ 35% എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള ഒരു ഗ്രോയിങ് എക്കോണമിക്ക് അത് നല്ലതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്രത്തോളം ഗവൺമെന്റ് എഫേർട്ട് ഇട്ടിട്ടും ഓക്കെ, പ്രൈവറ്റ് ബിസിനസ്സസ് ആർ ഹെസിറ്റന്റ് ടു സ്പെൻഡ് ബിഗ് ഓൺ എക്സ്പാൻഷൻ ഓർ ന്യൂ ടെക്നോളജി. സോ ഇത് കാണിക്കുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസും അതേപോലെ മാർക്കറ്റിലുള്ള ഒരു ലോ ഡിമാൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സെൻട്രൽ ഐഡിയ എന്താന്ന് പറഞ്ഞാൽ, ഡിമാൻഡ് കൂടിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് സംഭവിക്കൂ. ഓക്കെ, അതിന് മുമ്പ് സംഭവിക്കില്ല. ഇൻവെസ്റ്റ്മെന്റ് ഹാപ്പൻസ് ആഫ്റ്റർ ഡിമാൻഡ് ഇൻക്രീസസ്. ഓക്കെ, നോട്ട് ബിഫോർ. സോ എന്തുകൊണ്ടാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ഈ ഒരു സ്ലോ ഡൗൺ ഇങ്ങനൊരു സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് നമുക്ക് എക്കോണമി റിവൈവ് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് നമ്മളിത് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു കാര്യം എടുക്കുക, നിങ്ങളൊരു കടയിടാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കടയുണ്ട് ആൻഡ് അവിടെ കച്ചവടമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തതായിട്ട് ആ ഷോപ്പ് പിന്നെയും വേറെ എവിടെയെങ്കിലും കൊണ്ട് തുടങ്ങുമോ? ഇല്ലല്ലോ. ഈ ഷോപ്പ് കീപ്പർ വോണ്ട് ഓപ്പൺ എ സെക്കൻഡ് ഷോപ്പ് ഇഫ് കസ്റ്റമേഴ്സ് ആർന്റ് ഈവൺ കമ്മിങ് ടു ദ ഫസ്റ്റ് വൺ. ഓക്കെ, സോ ഈ ടാക്സ് കട്ട് കൊണ്ട് മാത്രം, ടാക്സ് കട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കൊണ്ടും ഇറ്റ് വോണ്ട് ഹെൽപ്പ് ഇഫ് പീപ്പിൾ ആർ ഇൻ ബൈയിങ് തിങ്സ്. സോ റോസ ലക്സംബർഗ് എന്ന് പറയുന്ന ഷി വാസ് എ പോളിഷ് ആൻഡ് ഒരു ജർമ്മൻ മാർക്സിസ്റ്റ് തിയറിസ്റ്റ് ആണ്, ഫിലോസഫറും എക്കണോമിസ്റ്റും റവല്യൂഷണറി സോഷ്യലിസ്റ്റും ഒക്കെയാണ്. സോ ഈ റോസ ലക്സംബർഗ് ആർഗ്യൂ ചെയ്യുന്നത്, ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവുന്ന സമയത്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു എക്കോണമിയെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് റോസ ലക്സംബർഗ് പറയുന്നത്. അതിന് പകരമായിട്ട് ഒരു എക്സ്റ്റേണൽ പുഷാണ് അവിടെ വേണ്ടത്, ഒരു സ്റ്റിമുലസ് ആണ് വേണ്ടത്. അതായത് ഒരു ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും അല്ലെങ്കിൽ ആ ഒരു എക്സ്പോർട്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ, ഒരു ക്യാപിറ്റലിസത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എപ്പോഴാണ്? പ്രോഫിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, അവിടെ ഒരു ലോ ഡിമാൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേജസ്, ഇപ്പോൾ ആ ഒരു വേജസിന്റെ കാര്യം എടുക്കാം, വേജസ് സ്റ്റാഗ്നന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ആൻഡ് ഫ്യൂ ജോബ്സ് ആർ ബീങ് ക്രിയേറ്റഡ്, ഇങ്ങനത്തെ അവസ്ഥകൾ വരുന്ന സമയത്ത് ഈ ഫാക്ടറികളുടെയൊക്കെ കയ്യിൽ ആവശ്യത്തിലധികം ദേ ഹാവ് എക്സ്ട്രാ അൺയൂസ്ഡ് കപ്പാസിറ്റി. ഓക്കെ, സോ അവരെന്തിനു പിന്നെ പുതിയ ഫാക്ടറീസ് ബിൽഡ് ചെയ്യണം? ഓക്കെ, ഒരു ബിസിനസിന്റെ ആ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് സ്മാർട്ട് അല്ലേ ഫോർ ബിസിനസ്. സോ നമുക്കിവിടെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, എപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നോ അപ്പോഴേ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഡിമാൻഡ് അൺടിൽ ഡിമാൻഡ് ഇൻക്രീസസ് ഫേംസ് വോണ്ട് ഇൻവെസ്റ്റ്. ഓക്കെ, സോ എത്രത്തോളം പ്രോഫിറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിലും ടാക്സ് ലോ ആണെന്നുണ്ടെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അവിടെ ഡിമാൻഡ് വേണം. പീപ്പിൾ ഹാവ് ടു ബൈ മോർ. അവരത് വാങ്ങിക്കാത്തിടത്തോളം കാലം അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ദാറ്റ്സ് ദ കൺക്ലൂഷൻ. സോ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതായത് വെറും ടാക്സ് കട്ട് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. ഓക്കെ, അതായത് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്, അതായത് ഒരു ഫിസിക്കൽ അതേപോലെ ഈ മോണിറ്ററി ടൂൾസ് അത് മതിയാവില്ല. ദേ ആർ നോട്ട് ഇനഫ് ബൈ ദംസെൽഫ്. ഇന്ത്യ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ വർക്കിംഗ് ക്ലാസ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്പെൻഡ് ചെയ്യും അല്ലേ. സോ അവരാണ്, ദേ വിൽ ഡ്രൈവ് ഡിമാൻഡ്. ഓക്കെ, സോ ഒരു വർക്കിംഗ് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവർ സ്പെൻഡ് ചെയ്യും. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ വഴി ജോബ്സ് ക്രിയേറ്റ് ജോബ്സ് ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് റോഡുകളിലും റെയിൽവേസിലും ഹൗസിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് നമുക്കറിയാലോ ഒരുപാട് ലേബർ ആവശ്യമുണ്ട്. അതേപോലെ ഇറ്റ് വിൽ ക്രിയേറ്റ് ഇമ്മീഡിയറ്റ് എംപ്ലോയ്മെന്റ്. അതേപോലെ ഈ പോളിസീസ് സ്റ്റേബിൾ ആക്കി വെക്കുക. ഓക്കെ, അത് പ്രഡിക്റ്റബിൾ ആക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇഫ് കമ്പനീസ് കീപ് ഫേസിങ് ചേഞ്ചിങ് റൂൾസ്, ഓക്കെ, അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ഇൻപുട്ട് കോസ്റ്റ് അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ലൈക്ക് ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി ആൻഡ് ഓൾ, സോ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ അത് പ്രഡിക്റ്റബിൾ ആക്കുക, സ്റ്റേബിൾ ആക്കുക പോളിസീസ്. ഓക്കെ, അതേപോലെ ഗവൺമെന്റ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യട്ടെ പബ്ലിക് സെക്ടറിൽ. ഓക്കെ, അതായത് എസ്പെഷ്യലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മളൊരു സ്ലോ ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ മാർക്കറ്റ്സ് ആർ വീക്ക്.
ഓക്കെ. അതേപോലെ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ യു എസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ബിക്കമിങ് പ്രൊട്ടക്ഷനിസ്റ്റ് അല്ലേ. അവർ ടാരിഫ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. സോ ഈ വെൻ വിൽ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് അഗെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈക്കിൾ റീസ്റ്റാർട്ട് ആയാലും മാത്രമേ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. ആൾക്കാരെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കണം. ഓക്കെ. ആ ഒരു ഡിമാൻഡ് ഉണ്ടാവണം. പ്രൊഡക്ഷൻ നന്നായിരിക്കണം. ഫാക്ടറികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ പ്രോഫിറ്റ് കൂടുമ്പോൾ കമ്പനീസ് അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടണം. അതേപോലെ ദെൻ ദേ ഇൻവെസ്റ്റ്. ഓക്കെ. ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നാൽ മാത്രമേ ഈ ഒരു സൈക്കിൾ റീസ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്കോണമി റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ക്രിയേറ്റ് ജോബ്സ് ആൻഡ് ബൂസ്റ്റ് ഡിമാൻഡ് ഫസ്റ്റ്. ദെൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഫോളോ നാച്ചുറലി. ഓക്കെ.